രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പ്രസംഗങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ UDFന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രസംഗ പ്രചരണ പ്രവർത്തനങ്ങൾ UDFന്റെ വിജയത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. പിണറായി വിജയനുമായി ഞെളിഞ്ഞു നിന്ന് നെഞ്ചു വിരിച്ചു നിന്ന് സമരം ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീമാൻ KM ഷാജി. CPM എങ്ങനെ ഒരു കുത്തക പാർട്ടിയായി മാറുന്നു, CPM എങ്ങനെ പണക്കാരന്റെ ഒരു പാർട്ടിയായി മാറുന്നു, അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം. ഗംഭീരവുമായിട്ടുള്ള പ്രസംഗം. അത് യുഡിഎഫിന് ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വരാജിന്റെ തോൽവി ഉറപ്പിച്ച KM ഷാജിയുടെ ആ പ്രസംഗം ഇതാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ സ്വരാജ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നിങ്ങൾക്കറിയാലോ ടീച്ചർ ആരായിരുന്നുവെന്ന്, ശൈലജ ടീച്ചർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മുഖ്യമന്ത്രി, രണ്ടാമതൊരു സ്ത്രീ മുഖ്യമന്ത്രി കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് ശൈലജ ടീച്ചറെ വെച്ച് പറഞ്ഞ സമയമുണ്ടായിരുന്നു. ആ ശൈലജ ടീച്ചറെ അടക്കം വെട്ടി. ആർക്കു വേണ്ടി സ്വരാജെ? മരുമോനെ കൊണ്ടുവരാൻ. സ്വരാജിന് അപ്പോഴാ മനസ്സിലായത് പിണറായി വിജയന് കുപ്പായിട്ടിട്ടോ, പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജ് സ്വീകരിച്ചിട്ടോ, പിണറായി വിജയനെ പോലെ സംസാരിച്ചിട്ടൊന്നും ഇയാളെടുത്ത് കാര്യമില്ല. മരുമോനെ കഴിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ സ്വരാജ് റബലായി. ഇപ്പോ പിണറായി വിരുദ്ധ മുന്നണിയുടെ തലപ്പത്താണ് സ്വരാജ് ഉള്ളത്. അതുകൊണ്ട് ആ പണി കൂടി അവസാനിപ്പിക്കാനാണ് പിണറായി വിജയൻ ഇവിടെ കൊണ്ടുപോയി ഇട്ടത് എന്നെങ്കിലും സ്വരാജ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശൈലജ ടീച്ചറെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ തീർത്ത പോലെ, പിണറായി വിജയന്റെ കണ്ണൂരിലെ ഏറ്റവും വലിയ എതിരാളി P ജയരാജനെ വടകരയിൽ കൊണ്ടുപോയി തോൽപ്പിച്ച് അവസാനിപ്പിച്ച പോലെ പാർട്ടിക്കകത്തുള്ള സമരവും സ്വരാജെ നിർത്തിക്കോ എന്ന് പറയാനാണ് നിലമ്പൂരിൽ സ്വരാജെ നിന്നെ കൊണ്ടുവന്ന് നിർത്തിയത് എന്ന സാമാന്യ ബോധമെങ്കിലും നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് വന്നാൽ നിനക്ക് കൊള്ളാമെന്നല്ലാതെ. സ്വരാജ് എത്രത്തോളം ഒരു രാജ്യദ്രോഹിയാണെന്നും പിണറായി വിജയന്റെ ഒരു അടിമയാണെന്നും ഈ പ്രസംഗത്തിലൂടെ KM ഷാജി വരച്ചു കാട്ടുന്നു. ഈ പ്രസംഗം പരമാവധി നിലമ്പൂരിലെ വോട്ടർമാരിൽ എത്തിച്ചാൽ പിണറായി സർക്കാരിന്റെ ആണിക്കല്ലിളക്കുവാനുള്ള ആദ്യ സംഭാവന KM ഷാജിയുടെ ഈ ഒരൊറ്റ പ്രസംഗം മതി നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിധിയെഴുതാൻ.